കൈ നിറയെ കാശാണല്ലോ. എന്താ പരിപാടി? എനിക്കെന്തിനാ പൈസ? നിനക്കല്ല, പലചരക്ക് കടയിലെ മാധവൻകുട്ടിയെ ഒരു 5000 രൂപ ചോദിച്ചിരുന്നു. കടയിൽ 1500 രൂപ കൊടുക്കാനുണ്ട്. ബാക്കി 3500 രൂപ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാമെന്നാണ് മാധവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. മോനോട് തന്നെ കൊടുത്താ പോരെ? രാവിലെ മാധവൻകുട്ടി സ്ഥലത്തുണ്ടാവില്ല. ഉച്ചയ്ക്ക് മാധവൻകുട്ടി കടയിൽ വരും. പക്ഷേ ഞാൻ വൈകിട്ടല്ലേ വരൂ. നീ ആണെങ്കിൽ 3 മണിയാവുമ്പോൾ അതുവഴി വരികയും ചെയ്യും. അപ്പൊ നീ കൊടുത്താ മതി. എന്തായാലും കൊള്ളാവേ. ഞാൻ എന്റെ ആവശ്യത്തിനോ എനിക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി ഒരു 100 രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ മോഹനേട്ടനിൽ ഉണ്ടാവില്ല. മാധവൻകുട്ടി ചോദിച്ചു വേണം രൂപ 5000 എടുത്തങ്ങ് കൊടുക്കുന്നു. നിന്റെ ആവശ്യത്തിന് ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളം. കാരണം നിന്റെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും കൃത്യമായി സാധിച്ചൊരു ഭർത്താവാണ് ഞാൻ. പിന്നെ നിനക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യം, അത് വിദ്യാലക്ഷ്മി അല്ലേ, അവർക്ക് വേണ്ടി 1 രൂപ പോലും ഞാൻ തരില്ല. കാരണം കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമുള്ള ആളാണ് കെ മോഹനകൃഷ്ണൻ സാർ. നിന്റെ കൂട്ടുകാർക്ക് കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടില്ല. മാധവൻകുട്ടി കൊടുത്താലോ തിരിച്ചു കിട്ടും. അത്രേ ഉള്ളൂ കാര്യം. കോടതി നിന്നവരും മറക്കാതെ കൊടുക്കണം. ഹലോ, സത്യഭാമയുണ്ടോ? ആരാണ്? ഞാൻ സത്യപാലനാണ്, അഡ്വക്കേറ്റ്. കൊടുക്ക. ഭാമേ. ഇപ്പൊ വരും. മോനേഷ സാറേ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്റെ വിശേഷം ചോദിക്കാനാണ് വിളിച്ചത്. അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അത്തരം വെറുതെയുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കാര്യമാത്ര പ്രസക്തമായി മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അത് മറന്നു പോകണ്ട. ചോദിച്ചു നോക്ക്. ഹലോ സത്യഭാമേ, ഞാനാ സത്യപാലൻ. സത്യപാലനായിരുന്നോ? ഇതെന്താ രാവിലെ? ഒരു കിടിലൻ കേസിനുള്ള വഴി ഒത്തുവന്നിട്ടുണ്ട്. വക്കാലത്ത് നമുക്ക് കിട്ടിയ കോള ഇന്ന് വരെ കിട്ടിയതിന്റെ ഇരട്ടി ഫീസ് കിട്ടുന്ന കേസാ. ഫീസിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, കേസ് എന്താന്ന് ആദ്യം പറ. സർക്കാരിന്റെ ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞിട്ടും കോമ്പൻസേഷൻ കിട്ടാത്ത കേസാ. പുല്ലുപോലെ ജയിക്കാൻ പറ്റും, നല്ല കമ്മീഷനും കിട്ടും. എങ്കിൽ പിന്നെ ആലോചിക്കാനൊന്നുമില്ല. സത്യപാലൻ ധൈര്യം കേസ് പിടിച്ചു. ശരി, കർണാരൻ ചേട്ടനോട് ഒരു 11 മണിയാകുമ്പോ വക്കീൽ ഓഫീസിൽ വരാൻ പറയാം. ആയിക്കോട്ടെ. ഓക്കെ. കേട്ടിട്ട് തരക്കേടില്ലാത്തതാ. അയാളെ എങ്ങനെയെങ്കിലും വീണേ ടീച്ചറ. സത്യപാലൻ കൊള്ളാവുന്നൊരു കേസുമായിട്ടാണ് വിളിച്ചത്. ഇതുപോലെ 5000 രൂപയുടെ കേസല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ കേസാണ്. ഈ കുറച്ചു മുന്നേ മോഹനേട്ടൻ എന്തായിരുന്നു പറഞ്ഞത്? സത്യപാലനും വിദ്യാലക്ഷ്മിയും എന്റെ കൂട്ടുകാരായതുകൊണ്ട് അവരെ മോഹനേട്ടന് വിശ്വാസമില്ല എന്ന്. വേണ്ട, മോഹനേട്ടൻ അവരെ വിശ്വാസം വേണ്ട. എനിക്കൊരു സഹായം ആവശ്യം വരുമ്പോ അവരത് ചെയ്തു തരുന്നുണ്ടല്ലോ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഭാമേ, ഞാനൊരു കേസ് പിടിച്ചു തരാം എന്ന് മോഹനേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഇതാ നല്ലൊരു കേസ് വന്നപ്പോ സത്യപാലൻ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി അത് ക്യാൻവാസ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയാ സ്നേഹമുള്ള മനുഷ്യന്മാര്. സ്നേഹം കൊണ്ടൊന്നുമല്ല, കേസ് പിടിച്ച സത്യപാലനും കിട്ടും കമ്മീഷൻ, അതുകൊണ്ടല്ലേ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതുകൊണ്ടാണെങ്കിലും എനിക്കതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായല്ലോ. ഈ കേസ് വായിച്ച് കിട്ടുന്ന കാശിന്റെ 10% ഞാൻ സത്യപാലന് കൊടുക്കും. പോയിക്കോ. 10%? ഭ്രാന്തുണ്ടോ? കരുണാകരൻ ചേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. എന്ന് വെച്ച് എന്റെ സത്യപാല, ഞാൻ എങ്ങനെയാ ഇമാതിരി നട്ടാക്കുരുക്കാത്ത കള്ളം പറയുന്നത്? എന്റെ കരുണാകരൻ ചേട്ടൻ പറയുന്നത് മുഴുവൻ കള്ളമല്ലല്ലോ. 90% സത്യവും ബാക്കി 10% കള്ളവും. അതിനെന്താ കുഴപ്പം? മനസ്സിലായില്ല അല്ലേ? ഇല്ല. കരുണാകരൻ ചേട്ടന്റെ 30 സെന്റ് ഭൂമി റോഡ് പണിക്കായി സർക്കാർ ഏറ്റെടുത്തു എന്നുള്ളത് സത്യമല്ലേ? അതെ. പൊന്നും വിലയ്ക്ക്, അതായത് 1 സെന്റിന്
80,000 രൂപ പ്രകാരം ഏറ്റെടുത്ത ഭൂമിക്ക് സർക്കാർ തരേണ്ട നഷ്ടപരിഹാരം 25 ലക്ഷം രൂപ. ശരിയല്ലേ? അതെ. ഭൂമി ഏറ്റെടുത്ത് 4 വർഷം കഴിഞ്ഞിട്ടും കരുണാകരൻ ചേട്ടന്റെ പൈസ കിട്ടിയില്ല എന്നത് സത്യമല്ലേ? പൈസ കിട്ടിയല്ലോ. അത് കഴിഞ്ഞ ആഴ്ചയല്ലേ? സ്ഥലം സർക്കാർ കൊണ്ടുപോയിട്ട് അപ്പോഴേക്കും 4 വർഷം ആയിരുന്നല്ലോ. ഉവ്വ്. അതായത് കഴിഞ്ഞ ആഴ്ച വരെ സർക്കാർ കരുണാകരൻ ചേട്ടന് 24 ലക്ഷം രൂപയും അതിന്റെ 4 വർഷത്തെ പലിശയും തരാനുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കരുണാകരൻ ചേട്ടൻ ഒരു വക്കീലിനെ കണ്ട് സർക്കാരിനെതിരെ കേസ് കൊടുക്കാൻ ആലോചിച്ചില്ലേ? ഉവ്വ്. അതായത് അന്ന് കരുണാകരൻ ചേട്ടൻ വക്കീലിനെ കണ്ടിരുന്നെങ്കിൽ എന്തൊക്കെ പറയുമായിരുന്നോ അതൊക്കെ പറഞ്ഞാ മതി, പ്രശ്നം തീർന്നു. പക്ഷെ എനിക്ക് പൈസ കഴിഞ്ഞ ആഴ്ച കിട്ടിയല്ലോ. അത് എനിക്കും കരുണാകരൻ ചേട്ടനുമല്ലേ അറിയൂ. കരുണാകരൻ ചേട്ടൻ കേസുമായിട്ട് സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ പറഞ്ഞു തരുന്നത് പോലെ പറയണം. കേസ് സത്യഭാമ വാദിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ച് കരുണാകരൻ ചേട്ടൻ പോകുന്നു. 2 ദിവസം കഴിഞ്ഞ് സത്യഭാമയെ വിളിച്ച് സർക്കാരിൽ നിന്നുള്ള പൈസ കിട്ടി, ഇനി കേസ് വേണ്ടാന്ന് പറയുന്നു. തീർന്നില്ലേ പ്രശ്നം? ഓക്കെ അല്ലേ? അല്ല സത്യപാല, ഞാനെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? കരുണാകരൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞാൽ എനിക്കും അതുകൊണ്ട് കുറച്ച് ഉപകാരമൊക്കെ ഉണ്ടാവും. അത്രേ ഉള്ളു ചേട്ടാ. എന്തുപകാരാ? അത് വിട്. എന്തായാലും കരുണാകരൻ ചേട്ടന് ദോഷമില്ലാത്ത ഏർപ്പാടല്ലേ, ഒന്ന് സഹായിക്കേട്ടാ. ഹാപ്പി അല്ലേ? ഷർട്ടും മുണ്ടും തയ്ച്ചു വെച്ചിട്ടുണ്ട്, എടുത്തിട്ടോണ്ട് വന്നാ കഴിക്കാൻ എടുത്തു തരാം. എനിക്ക് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണ്? നീ ഏതോ കേസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതെന്ത് കേസാ? എന്താണ്? അല്ല, എത്ര രൂപ ഫീസ് കിട്ടുന്ന കേസാണെന്ന് വെറുതെ അറിയാലോ. അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ പോയാലും ഒരു 50,000 രൂപ കിട്ടാതിരിക്കില്ല. 50,000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 5,000 രൂപയല്ലേ? കേസ് വാദിക്കുന്ന നീയല്ലേ? നീ വാദിക്കുന്ന ഒരു കേസിൽ സത്യപാലന് 5,000 രൂപ കൊടുക്കേണ്ട കാര്യം എന്താണ്? കേസ് പിടിച്ചായിരുന്നു സത്യപാലനല്ലേ മോനേട്ടാ? അതെ, ആ വേണമെങ്കിൽ ഒരു 1,000 രൂപ. അതേനെ വലിയ കൂടുതല. ഇങ്ങനെ പിശുക്ക് ജീവിക്കാൻ മോഹനേട്ടനെ കൊണ്ട് പറ്റും. ഞാൻ പക്ഷെ അങ്ങനെ അല്ല. എനിക്ക് നല്ല ഫീസ് കിട്ടും. അതിനെന്നെ സഹായിച്ച ആളുകളെ ഞാനപ്പോ ഓർക്കും. അതിനെയാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യത്വം. ഇത് മനുഷ്യത്വമല്ല. സത്യപാലനെ പോലുള്ള പഠിച്ച കള്ളന്മാർ നിന്നെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മളിപ്പോ കാണുന്നത്. ജോലി മുഴുവൻ ചെയ്യാൻ നീ പൈസ ഉണ്ടാക്കുന്ന സത്യപാലൻ. മോഹനേട്ടൻ സത്യപാലനെ പണ്ടേ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് മോഹനേട്ടൻ ഇങ്ങനെ പലതും പറയും. പക്ഷേ മോഹനേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും സത്യപാലനെ വിദ്യാലക്ഷ്മി എനിക്ക് വിശ്വാസമാണ്. കഷ്ടം. ഭാമേ, അവരൊക്കെ നിന്നോട് സ്നേഹമുണ്ടെന്ന് അഭിനയിച്ച് നിന്നെ പറ്റിക്കുകയാണ്. അവർക്ക് സ്വന്തമായി കേസ് പിടിച്ച് അത് വാദിച്ച് ജയിക്കാനുള്ള സാമർഥ്യമില്ല. അപ്പോ കഴിവുള്ള നിന്നെ സഹായിക്കുകയാണെന്ന് അഭിനയിച്ച് നിന്നെ പറ്റിച്ച് കാശുണ്ടാക്കുന്നു. മോഹനേട്ടൻ ഇനി എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് സത്യപാലനെ വിശ്വാസമാണ്. ഈ കേസിന്റെ ഫീസായിട്ട് എനിക്ക് എത്ര രൂപ കിട്ടിയാലും അതിന്റെ 10% ഞാൻ സത്യപാലനം കൊടുക്കും. 50,000 ആണെങ്കിൽ 5,000, ഇനി 1 ലക്ഷം ആണെങ്കിലോ 10,000. ഉത്തമ വിളിക്കുന്നുണ്ട്. ചെല്ല, സത്യപാലനെ പറ്റി എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ ഉത്തമനോട് പോയി പറ. ചെല്ല്, ഞാനും വരാം. ഞാൻ ചോദിക്കാറോ സത്യപാലനെ പറ്റി? നടക്ക. നമസ്കാരം സാർ. നമസ്കാരം. യോഹന്നാൻ ചേട്ടന്റെ പോക്കരവ് ഇന്നലെ തന്നെ നടത്തി കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. രാവിലെ യോഹന്നാൻ ചേട്ടനെ കൃഷ്ണൻകുട്ടി ചേട്ടൻ ചായക്കടയിൽ വെച്ച് കണ്ടു. അപ്പൊ യോഹന്നാൻ ചേട്ടൻ പ്രത്യേകം പറഞ്ഞു കെ മോഹനേടി സാറിനെ കണ്ടൊരു പ്രത്യേക നന്ദി പറയണമെന്ന്. യോഹന്നാൻ ചേട്ടന് നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് അതിനു മുൻപ് ഉത്തമനോട് വേറൊരാളെ പറ്റി ചോദിക്കാനുണ്ട്. ആരെ പറ്റിയാണ് സാറേ? ഉത്തമന് സത്യപാലനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ഏത് സത്യപാലൻ? ആമയുടെ വക്കീൽ ആഫീസ് ഉണ്ടല്ലോ, ഒരു തടിയൻ വക്കീല്. അയാളെ കുറിച്ച് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിപ്പോ സത്യപാലൻ വക്കീലിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ അത് വക്കീലിനോട് ചോദിച്ചാ പോരെ. വക്കീലിനല്ലേ പുള്ളിക്കാരന് ശരിക്കും അറിയാമെന്നുള്ളത്. സത്യം പറയില്ല. ഉത്തമ, എന്റെ അറിവ് ഇവിടെ നിൽക്കട്ടെ, ഉത്തമന്റെ അറിവ് പറ. അല്ല, അതിപ്പോ അങ്ങനെ സത്യമേ പറയാവൂ. അല്ല, സത്യപാലൻ വക്കീൽ നല്ലൊരു മനുഷ്യനാണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ആളുകളെ സ്നേഹിക്കുകയല്ലല്ലോ ഒരു വക്കീലിന്റെ ജോലി. ഒരു വക്കീൽ എന്ന നിലയിൽ സത്യപാലൻ എങ്ങനെയുണ്ട്? അത് വലിയ കാര്യമൊന്നുമില്ല സാർ. അത് വക്കീലിന് തന്നെ അറിയാലോ. കോടതി പോയി കേസ് വാദിക്കാനോ ജയിക്കാനോ സത്യപാലൻ വക്കീലിന് ഈ ജന്മം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ന്യായം.
ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഭാമ തർക്കിക്കാൻ വരുന്നു. പക്ഷെ സാറേ, ഒരു സഹായിയായി കൂടെ കൊണ്ടു കിടക്കാൻ കൊള്ളാം. ഈ വക്കീലിന് കേസൊക്കെ പിടിച്ചു കൊടുക്കുമല്ലോ, പിന്നെ ആഫീസിൽ സഹായിക്കുകയും ചെയ്യും. അതിനൊക്കെ ബെസ്റ്റ് ആണ്. അത്രേ ഞാനും പറഞ്ഞുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. അല്ല, സത്യപാലൻ വലിയ വക്കീലാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു സത്യപാലൻ എന്നേക്കാൾ കേമനാണ്. നീ പറഞ്ഞു. ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ മാറ്റി പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഞാൻ ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളം. നീ പറയുന്നത് മുഴുവൻ മോഹനേട്ടനാ. നേരത്തെ ഒരു കാര്യം പ്ലീസ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഇവിടെ എന്താണ് പ്രശ്നം? കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിരുന്നേ പ്രഭാകരനും ബഷീറും കൂടെ തർക്കിക്കുന്നത് കേട്ടു. പിണറായി വിജയനാണോ ഉമ്മൻചാണ്ടിയാണോ നല്ല മുഖ്യമന്ത്രി എന്നതാണ് വിഷയം. ആ തർക്കത്തിനൊക്കെ നല്ലൊരു നിലവാരമുണ്ട്. സത്യപാലൻ വക്കീലിന്റെ കാര്യമൊക്കെ പറഞ്ഞ് തർക്കിക്കണമെങ്കിൽ നിങ്ങളെ സമ്മതിക്കണം കേട്ടാ. ഞാൻ പോട്ടാ സാറേ. യോഹന്നാൻ ചേട്ടന്റെ നന്ദി കടപ്പാട് ഞാൻ സാറിനെ അറിയിച്ചിട്ടുണ്ട്. ഉത്തമൻ ആ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായോ? എന്താ? സത്യപാലന്റെ പേര് പറഞ്ഞ് തർക്കിക്കാൻ പോലും കൊള്ളില്ല എന്ന്. എന്റെ സത്യപാലൻ വക്കീൽ അത്രേ ഉള്ളത്. കഷ്ടം. ഇങ്ങനെ എടുത്തിട്ട് വേണ്ടി എന്റെ സമയം കളഞ്ഞല്ലോ ഈശ്വരാ ഞാൻ. ഭാമി, നിനക്കിന്ന് മുനിസിപ്പൽ കോടതി കേസുണ്ട്. പുരുഷോത്തമൻ സാറിന്റെ കേസ്. ഓ, അത് ഇന്നും അവധിക്ക് അപേക്ഷിക്കേണ്ടി വരും വിദ്യ. പുരുഷോത്തമൻ സാറിനോട് പറഞ്ഞ പേപ്പറുകളൊന്നും ഇതുവരെ കൊണ്ടു തന്നിട്ടില്ല. ഇന്നും കൂടെ ഞാൻ നോക്കും. അത് കഴിഞ്ഞ് വക്കാലത്ത് വേറെ വക്കീൽ ഏൽപ്പിക്കാൻ ഞാൻ പറയും. കാശിക്കില്ലാതെ ആത്മാർത്ഥ വക്കീലിനെന്തിന്? സത്യപാലനൊരു കേസിന്റെ കാര്യം പറഞ്ഞു. ഏതോ ലാൻഡ് അക്യൂസേഷന്റെ കോമ്പൻസേഷൻ കിട്ടാനുള്ള കേസാ. ഓ, കേട്ടിട്ട് കൊള്ളാം. ഇമാതിരി കേസാവുമ്പോ നല്ല കമ്മീഷൻ കിട്ടും. ആ ഒരു കാര്യത്തിൽ സത്യപാലനെ സമ്മതിക്കണം. സ്വന്തമായിട്ട് കേസൊന്നും വാദിക്കാൻ അറിയില്ലെങ്കിലും നാട് മുഴുവൻ ചുറ്റി നടന്ന് കേസ് കണ്ടുപിടിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് നല്ലതാ വിദ്യ. നമ്മൾ പെണ്ണുങ്ങൾക്കുള്ളതിനെക്കാട്ടിലും പരിചയവും ബന്ധമൊക്കെ ഈ ആണുങ്ങൾക്കുണ്ടാവും. സത്യഭാമേ, ഞാൻ താമസിച്ചില്ലല്ലോ അല്ലേ? കുറച്ച്. 11 മണി എന്ന് പറഞ്ഞിട്ട് 11 കാലായി. ഇത് കരുണാകരൻ ചേട്ടൻ. ആഹാ, പുള്ളിക്കാരന്റെ കേസാ ഞാൻ പറഞ്ഞത്. ആഹാ. കരുണാകരൻ ചേട്ടാ, അതാണ് അഡ്വക്കേറ്റ് സത്യഭാമ. നമസ്കാരം. നേരെ ചെന്ന് കരുണാകരൻ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ പറയുക. ബാക്കി കാര്യമെല്ലാം സത്യഭാമ നോക്കിക്കോളും. ചെല്ല് ചേട്ടാ. ഇരിക്കെ. എന്താ കേസ്? റോഡിന് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ട് വർഷം 4 ആയി. ആഹാ. സെന്റിന് 80,000 രൂപ അന്ന് നഷ്ടപരിഹാരം നിശ്ചയിച്ചതാ. ഒരു എതിർപ്പും പറയാതെ കരുണാകരൻ ചേട്ടൻ ഭൂമി വിട്ടുകൊടുത്തു. ആഹാ. എത്ര സെന്റ് ഭൂമിയാ കരുണാകരൻ ചേട്ടൻ കൊടുത്തത്? 30 സെന്റ്. 30 സെന്റോ? അതേന്ന്. ചേട്ടന്റെ വീടിന്റെ മുമ്പിലൂടെയാ റോഡ് പോകുന്നത്. ഒരു 3.5 അടി നീളത്തിന് കരുണാകരൻ ചേട്ടന്റെ റോഡിന് അതിരുണ്ട്. 12 മീറ്റർ വീതിയിൽ അത്രയും നീളത്തിന് സ്ഥലം എടുത്തു പോയി. അപ്പൊ കരുണാകരൻ ചേട്ടന് കിട്ടാനുള്ള പൈസ 24 ലക്ഷം രൂപയും അതിന്റെ പലിശയും. അതെ. ഇത്ര നാളായിട്ടും പരാതി കേസൊന്നും കൊടുക്കാതിരുന്നെന്ത്? അതെ, ഈ കരുണാകരൻ ചേട്ടൻ ഒരു പരോപകാരിയാ. നാടിന്റെ നന്മയ്ക്കായി സർക്കാർ സ്ഥലം ഏറ്റെടുത്തതല്ലേ. സർക്കാരിന് പൈസ ഉള്ളപ്പോ തരട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നു. പക്ഷേ ചുറ്റുമുള്ള മുഴുവൻ പേർക്കും പൈസ കിട്ടി കഴിഞ്ഞപ്പോഴാ കരുണാകരൻ ചേട്ടന് മനസ്സിലായത് ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന്. കൃത്യസമയത്ത് ഞാൻ കരുണാകരൻ ചേട്ടനെ പരിചയപ്പെട്ടത് ഉപകാരമായി. ഞാനാ ചേട്ടനോട് പറഞ്ഞത്, ചേട്ടാ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന്. ഈ സ്ഥലം ഏറ്റെടുത്തതിന്റെ കടലാസുകളും ചുറ്റുവട്ടത്തുള്ളവർക്ക് കിട്ടിയതിന്റെ പൈസയുടെ വിവരങ്ങളും എല്ലാം നമുക്ക് വേണം. അതെല്ലാം കൂടി ചേർത്ത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാസത്തിനകം നമുക്ക് വിധി വാങ്ങിച്ചെടുക്കാം. അതൊന്നും കരുണാകരൻ ചേട്ടനെ ഏൽപ്പിക്കണ്ട. എന്താ? ഓക്കെ, ഞാൻ തന്നെ നേരിട്ട് പോയി അന്വേഷിക്കാം.
അല്ല, സത്യഭാമയ്ക്ക് വേണ്ട സകല വിവരങ്ങളും 2 ദിവസത്തിന് ഞാൻ തപ്പിയെടുത്തിരിക്കും. ഞാൻ ആരാ മോൻ? അപ്പോ കരുണാകരൻ ചേട്ടൻ 2 ദിവസം കഴിഞ്ഞ് വന്നാ മതി. ബാക്കിയെല്ലാം നമുക്ക് നോക്കാം. ശരി വക്കീലേ. ശരി. പിന്നെ കരുണാകരൻ ചേട്ടൻ വക്കാലത്ത് ഉപ്പിടാൻ വരുമ്പോഴേ അഡ്വാൻസിന്റെ കാര്യം മറക്കണ്ട. എന്നാ കരുണാകരൻ ചേട്ടൻ ചെല്ല്. പിന്നെ അഡ്വാൻസിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? സത്യഭാമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കേസായിരിക്കും ഇത്. 24 ലക്ഷം രൂപയും 4 വർഷത്തെ പലിശയും ചേർത്താൽ 35 ലക്ഷം രൂപ. അതിന്റെ 15% കമ്മീഷൻ കിട്ടിയ രൂപ എത്രയാ? 15%? ഇത്തരം കേസുകളിൽ എല്ലാ വക്കീലന്മാരും 15% കമ്മീഷൻ വാങ്ങും. ഏകദേശം ഒരു 5-5.25 ലക്ഷം രൂപ വരെ. പോട്ടെ, നമുക്ക് റൗണ്ട് ചെയ്ത് ഒരു 5 ലക്ഷം പറയാം. സത്യഭാമേ, വിദ്യയുടെ നിപ്പ് കണ്ടിട്ട് ഇപ്പൊ ബോധം പോകുന്ന മട്ട. 5 ലക്ഷം എന്നൊക്കെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? വിദ്യ, നീ പോയൊരു ചായ കുടിച്ചിട്ട് വാ, ക്ഷീണമൊക്കെ മാറട്ടെ. എനിക്ക് മജിസ്ട്രേറ്റ് കോടതി വരെ പോകേണ്ട കാര്യമുണ്ട്. ഞാൻ പോയിട്ട് വരാം. അതെ, കരുണാകരൻ ചേട്ടന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുമായിട്ട് പുള്ളിക്കാരൻ അത്ര അടുപ്പത്തിലല്ല. ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി, എന്ന് കിട്ടിയെന്നൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിലേ ചില രഹസ്യാന്വേഷണങ്ങളൊക്കെ വേണ്ടിവരും. പിന്നെ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ എനിക്ക് പരിചയമുള്ള ഒരു ക്ലർക്കുണ്ട്. അവനെ കാണേണ്ട രീതിയിൽ കണ്ടാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമ്മുടെ ജോലി എളുപ്പമായി. അപ്പോ സത്യഭാമ ഒരു 5000 രൂപ എടുക്ക്. 5000 രൂപയോ? പിന്നെ കാശ് കൊടുക്കേണ്ടടുത്ത് കാശ് കൊടുക്കണം, കള്ള് വാങ്ങി കൊടുക്കേണ്ടടുത്ത് കള്ള് വാങ്ങി കൊടുക്കണം. നല്ല ചിലവുള്ള കേസാ, ചുമ്മാതല്ലോ. 5 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടുന്നതല്ലേ? എന്റെ കയ്യില് അത് ആകെ ഒരു 5000 രൂപയേ ഉള്ളൂ. അതിനെന്താ, മറ്റന്നാ കരുണാകരൻ ചേട്ടൻ വരുമ്പോ ഒരു 25,000 രൂപ അഡ്വാൻസ് വാങ്ങാം. പ്രശ്നം തീർന്നില്ലേ? നമുക്ക് കാര്യം നടക്കണ്ടേ സത്യഭാമേ? നടക്കണ്ടേ? പിന്നെ കേസ് കൊണ്ടുവന്നത് ഞാനാ. കമ്മീഷൻ കിട്ടുമ്പോ എന്നെ കാര്യമായിട്ട് പരിഗണിക്കണം. അതിനെന്താ സത്യവാല, എനിക്കങ്ങനെ ഒരുപാട് പൈസയൊന്നും വേണ്ട. സത്യവാല മാന്യമായിട്ടുള്ള കമ്മീഷൻ ഞാൻ തരും, പോരെ? അത് മതി. അപ്പോ ഞാൻ രഹസ്യാന്വേഷണത്തിൽ ഇറങ്ങട്ടെ. ശരി. എന്താ? അയ്യോ, ഇത് നേരത്തെ ആണല്ലോ. ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ അതുപോലെ അങ്ങ് ചെയ്തോളണം. അതല്ലാതെ എന്നെ നാണം കെടുത്തല്ല വേണ്ടത്. എന്താന്ന് പറ. നീ എന്താ മാധവൻകുട്ടിക്ക് പൈസ കൊടുക്കരുത്? ഓ, അത്ര ഉണ്ടായിരുന്നുള്ള കാര്യം. ആ മാധവൻകുട്ടി പൈസ നാളെ മതി എന്ന് പറഞ്ഞു. മാധവൻകുട്ടി അങ്ങനെ പറഞ്ഞതല്ല, നീ മാധവൻകുട്ടിയോട് അങ്ങനെ ചോദിച്ചതാണ്. അതെ, ഞാൻ മാധവൻകുട്ടിയോട് ചോദിച്ചു പൈസ നാളെ രാവിലെ കിട്ടിയാൽ മതിയോന്ന്. അപ്പൊ മാധവൻകുട്ടി പറഞ്ഞു മതി വക്കീലേ, നാളെ ഉച്ചയ്ക്ക് കിട്ടിയാലും മതിയെന്ന്. 10 മണിയാകുമ്പോൾ വക്കീൽ ഓഫീസിൽ വന്ന് പൈസ വാങ്ങിച്ചോളാൻ ഞാൻ മാധവൻകുട്ടിയോട് പറയുകയും ചെയ്തല്ലോ. പിന്നെന്താ? നിന്നോട് ഞാനെന്താ പറഞ്ഞത്? ഇന്ന് പൈസ കൊടുക്കണമെന്നല്ലേ? അതെന്തുകൊണ്ട് ചെയ്തില്ല? മാധവൻകുട്ടിക്ക് നാളെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞല്ലോ. അത് നീയുടെ കാര്യമില്ലല്ലോ. മാധവൻകുട്ടിക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാനാണ്. അത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ പൈസ നീ എന്തുകൊണ്ട് മാധവൻകുട്ടിക്ക് കൊടുത്തില്ല?
പൈസ കൊണ്ട് എനിക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താവശ്യം? അതിപ്പോ മോനോട് അറിയേണ്ട കാര്യമൊന്നുമില്ല. ആ മാധവകുട്ടിയുടെ പൈസ ഞാൻ നാളെ കൊടുത്താലും പ്രശ്നം തീർന്നല്ലോ. ഇല്ല, ഞാൻ തന്ന പൈസ നീ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് എടുത്തു. മാധവകുട്ടിക്ക് നാളെ മതി പൈസ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ കാര്യത്തെ മോഹനയുടെ കടന്ന് ബഹളം ഉണ്ടാക്കണ്ട. മനസ്സിലായല്ലോ? ആ 5000 രൂപയുടെ ഒരു ദിവസം പലിശ ഞാൻ മോഹനയുടെ തന്നേക്കാം. മോഹനേട്ടാ, എനിക്ക് ഒരു തൊഴിലുണ്ട്. മോഹനയുടെ സമ്പാദിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫീസ് എനിക്ക് കിട്ടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ 5000 രൂപയുടെ കാര്യം പറഞ്ഞ് ചുമ്മാ കടന്ന് ബഹളം ഉണ്ടാക്കണ്ട. എങ്ങോട്ടാണ്? 5000 രൂപ അത്ര വലിയ സംഭവമൊന്നും അല്ല. മേലിൽ 5000 രൂപയുടെ കാര്യം പറഞ്ഞ് എന്നെ പിന്നാലെ വരരുത്. മനസ്സിലായല്ലോ? ഹലോ. ആ വക്കീലെ, ഞാൻ കരുണാകരനാ. ഞാനിന്ന് വക്കീൽ ഓഫീസിൽ വന്നിരുന്നു. ആ ചേട്ടനായിരുന്നോ? നാളെ രാവിലെ എത്ര മണിക്കാണ് വക്കീൽ ഓഫീസിലേക്ക് വരുന്നത്? നാളെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തു പറ്റി? സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പൈസ കഴിഞ്ഞ ആഴ്ച കിട്ടിയതാ. എന്താ കിട്ടിയെന്നോ? ഇന്ന് വക്കീൽ ഓഫീസിൽ വെച്ച് ഞാൻ പറഞ്ഞതെല്ലാം കള്ളവാ. സത്യവാലം പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. കാണിച്ചത് മോശമായി പോയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഇപ്പൊ വിളിച്ചത്. വക്കീൽ എന്നോട് ക്ഷമിക്കണം. ഈ മാധവൻകുട്ടിയുടെ പൈസ നാളെ രാവിലെ തന്നെ കൊടുക്കണോ? അല്ല, ചെലപ്പം മാധവൻകുട്ടിക്ക് മറ്റന്നാൾ മതിയായിരിക്കും അല്ലേ? നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാലോ? ആളാ കൊടുക്കാന്നല്ലേ നീ പറഞ്ഞത്? അതെ, എന്റെ ചില കണക്കൂട്ടലുകൾ തെറ്റിപ്പോയോന്നൊരു സംശയം. രാവിലെ മോഹനോട് പറഞ്ഞില്ലേ ഓരോരുത്തർ നമ്മളെ സഹായിക്കാൻ വരുന്നത് അവരുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ടാണെന്ന്. മോഹനോട്ടം പറഞ്ഞതിൽ കാര്യമുണ്ട്. മനസ്സിലായില്ല. ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് അങ്ങനെ മനസ്സിലാകാനൊന്നുമില്ല മോനേട്ടാ. മാധവൻകുട്ടിക്ക് നാളെ തന്നെ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മോഹനേട്ടൻ തന്നെ കൊടുക്കേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ല. ഇനി ഇതിന് മേലെ എന്നോട് വഴക്ക് വരാൻ പാടില്ല. ഏത് വക്കീലാണെങ്കിലും ഒരബദ്ധം പറ്റും. പക്ഷെ സത്യമല്ലേ വെച്ചിട്ടുണ്ട്. സത്യപാലന്റെ വാക്കിനെ വിശ്വസിച്ച് ഇമ്മാതിരി ഒരു കുഴിയിൽ ചാടിയതിന് വക്കീൽ ഇനി ആരെ പഴിച്ചിട്ടും കാര്യമില്ല. അമിതാവേശം വരുത്തി വെക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന സത്യം മാത്രം ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.